ഈ വീട്ടുകാര് പെൺമക്കളെ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം തീർന്നല്ലോ. പിന്നെ ഇവര് പറയിപ്പിക്കുക, വഴിതെറ്റി പോവുക, അങ്ങനെയൊക്കെ വരരുത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ച ഒരാളെ തലയിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അവര് സേഫായി എന്നുള്ളൊരു ധാരണ. അതൊക്കെ കൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് ആ ഒരു പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം പഠിക്കും. പാരന്റ്സ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള മെച്ചൂരിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അല്ലാണ്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കല്യാണം ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം. അങ്ങനെ നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാലാകാലം നമ്മൾ അവരുടെ കൂടെ ജീവിക്കണ്ടല്ലേ. ആരൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഈ കല്യാണം. അതായത് നമ്മുടെ മക്കള് ആൺമക്കളാണെങ്കിലും ശരി പെൺമക്കളാണെങ്കിലും ശരി, അവർ ഇൻഡിവിജ്വലായിട്ട് ആരെയും ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കാം അല്ലേ എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികളെ നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും അടുക്കളപ്പണിയാണെങ്കിലും ശരി, വീട് വൃത്തിയാക്കുന്നതാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് തന്നെ മക്കളെ വളർത്തണം എന്ന് പറയുന്നത്. ഒന്നിനും നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിൽ ശരി, നമ്മൾ മറ്റുള്ള എന്ത് കാര്യത്തിനും ഒരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഒരു പരിധി വരെ പ്രശ്നങ്ങൾ തീരും. അങ്ങനെയാകുമ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടി പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും റെസ്പെക്ട് ഉണ്ടാവും, ചെയ്യുന്ന ജോലികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും.